ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇലക്ഷൻ വരുന്നു, നിയമസഭാ ഇലക്ഷൻ വരുന്നു. അപ്പോൾ നിയമസഭാ ഇലക്ഷനോട് ചേർന്ന് ആറ്റുകാൽ പൊങ്കാല വന്നതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ, അതായത് ഓൺലൈൻ മാധ്യമങ്ങൾ ഇതിനോട് ചേർന്ന് പൊടുന്നനെ പൊട്ടിമുളയ്ക്കുകയുണ്ടായി. അതോടൊപ്പം ചേർന്ന് അവരുടെ അജണ്ടകൾക്കൊപ്പം ചേർന്ന് ഒരു സാറ്റലൈറ്റ് മാധ്യമവും നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ സംശയിക്കേണ്ടി വരും. മറ്റൊരു മാധ്യമവും അല്ല. ആ മാധ്യമത്തിൻ്റെ പേര് ന്യൂസ് മലയാളം 24/7 എന്നാണ്. നിരന്തരം ആ ന്യൂസിൽ ഇത്തരം ആറ്റുകാൽ പൊങ്കാലയോട് ചേർന്നുള്ള വാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വാർത്താ ദാരിദ്ര്യം എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ഇങ്ങനെ ഒരു കള്ളവാർത്ത എന്ന് തന്നെ സംശയിക്കേണ്ട തരത്തിൽ വാർത്തകൾ പടച്ചുവിടുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. അതായത് ആദ്യം വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരുന്നു വാർത്ത. അതിൽ ഓൺലൈൻ മാധ്യമങ്ങളാണ് പ്രധാനമായും വാർത്തകൾ കൊടുത്തത്. ഈ വാർത്ത പറയുന്നത് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിൽ പുതിയ ആൾക്കാർ വന്നതിന് ശേഷം ജനങ്ങളുടെ വെള്ളം കുടി മുട്ടി എന്നാണ്. ജലവിഭവ വകുപ്പ് ആരുടെ കീഴിലാണ് വരുന്നത്? അത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് വരുന്നത്. ഇനി അവർക്ക് കീഴിലാണ് വാട്ടർ അതോറിറ്റി വരുന്നത്. അപ്പോൾ ഇവരുടെ ജലവിതരണവുമായി ബന്ധപ്പെട്ടതിൻ്റെ അധികാരം തിരുവനന്തപുരം കോർപ്പറേഷന് ഇല്ല. അങ്ങനെ ഇരിക്കെ പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ചുമതലക്കാരായി തിരുവനന്തപുരം കോർപ്പറേഷൻ വരുന്നത്? അതിനുശേഷം ആറ്റുകാൽ പൊങ്കാല നടന്നു. വളരെ ഭംഗിയായി ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആറ്റുകാൽ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വാർഡിൽ മാത്രം 8ലധികം ടാങ്കറിലാണ് വെള്ളമടിച്ചത്. ആ രീതിയിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആറ്റുകാൽ പൊങ്കാല സമാപിച്ചതിന് ശേഷം പൊങ്കാലയുടെ മാലിന്യങ്ങൾ നീക്കുന്നില്ല, കൃത്യമായ രീതിയിൽ മാലിന്യം നീക്കിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം വളരെയധികം വാർത്തകളാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. പലതും വ്യാജ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇതിനോട് ചേർന്ന് ഈ വാർത്തയോട് ചേർത്ത് ഒരു പബ്ലിക് ഒപ്പീനിയൻ അവരെടുത്തു. 5 പേരുടെ ഒപ്പീനിയൻ എടുത്തെങ്കിൽ അതിൽ 3 പേരും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ക്ഷേത്രത്തിലെ മാലിന്യങ്ങളുടെ കാര്യം ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഞങ്ങളുടെ വാർഡിൽ വളരെ കൃത്യമായി മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്തു, ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാക്കിയില്ല എന്നവർ വളരെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. 5 പേരെടുത്തതിൽ 3 പേരും ഈ രീതിയിലാണ് പ്രതികരിച്ചത്. എന്നിട്ട് പോലും ഒരു സംശയത്തിൻ്റെ സാധ്യത പോലും കൊടുക്കാതെ മാലിന്യങ്ങളൊന്നും നീക്കം ചെയ്യുന്നില്ല, മാലിന്യങ്ങളൊന്നും നീക്കം ചെയ്യാതെ ഈ രീതിയിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന രീതിയിൽ PR വർക്കിനെന്നത് പോലെയായിരുന്നു ന്യൂസ് മലയാളം 24/7 വാർത്ത ചെയ്തത്. അതിനുശേഷം ഒരു വാർത്താ സമ്മേളനം തിരുവനന്തപുരം മേയർ വിളിച്ചുകൂട്ടി. ഈ വാർത്താ സമ്മേളനത്തിൽ ന്യൂസ് മലയാളം 24/7 ഒരു പ്രതിനിധി വന്നിരുന്നിട്ട് വളരെയധികം ധാർഷ്ട്യത്തോടുകൂടി, ആരാണ് ഇവർക്ക് ഇത്ര ധാർഷ്ട്യത്തോടുകൂടി മറ്റൊരു സഹജീവിയോട് പെരുമാറാനുള്ള അധികാരം തന്നത് എന്ന് അറിയില്ല. മേയർ ചോദിക്കുന്നു, നിങ്ങൾ എവിടെയാണ് കണ്ടത് ഈ രീതിയിലുള്ള മാലിന്യങ്ങൾ ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു? ഞാൻ കണ്ടു എന്ന് പറയുന്നു. എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ കാഴ്ചയ്ക്കാണ് എന്തോ കുഴപ്പമുണ്ട് എന്ന തരത്തിൽ മേയർ തിരിച്ചൊരു കാര്യം പറഞ്ഞപ്പോൾ, നിങ്ങൾ ആരാണ് ഇങ്ങനെ ചിരിക്കാൻ, നിങ്ങൾക്ക് ചിരിക്കാനുള്ള അധികാരം തന്നത് ആരാണ് എന്ന വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ഈ ചുടുകട്ടകളൊക്കെ ശേഖരിച്ച് വീട് വെച്ച് നൽകുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഈ ചുടുകട്ടകളൊക്കെ ശേഖരിച്ചിരുന്നോ എല്ലാ തരത്തിലും മുഴുവനായിട്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടുത്ത ചോദ്യം ഓർത്തോണ്ടിരുന്നത് അത് കേട്ടോ. അല്ല, ചിരിക്കാനല്ല, ഞാൻ ചിരിച്ചില്ല, ഇങ്ങനെ ധാർഷ്ട്യത്തോടു കൂടി പ്രതികരിക്കുവാൻ ആരാണ്? നിങ്ങളെ ആരെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ അല്ലെങ്കിൽ ഈ നഗരത്തിൻ്റെ തന്നെ രക്ഷകർത്താവാണോ? ഈ രീതിയിൽ ചോദ്യം ചോദിക്കുവാൻ, ഈ രീതിയിൽ ചോദ്യം ചോദിക്കുന്നതിന് ഒരു മാന്യതയൊക്കെ വേണ്ടേ? അങ്ങനെ ഈ രീതിയിലാണ് നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒരു PR മീഡിയ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ രീതിയിലാണ് നിങ്ങളുടെ മാധ്യമം മുന്നോട്ട് പോകുന്നത്. അതൊരിക്കലും ശരിയായ ഒരു രീതിയല്ല. സാധാരണ പൗരന് ഉണ്ടായതിൽ അപ്പുറം ഒരു അവകാശാധികാരങ്ങളും നിങ്ങൾക്കില്ല. നിങ്ങൾക്കുള്ള ഫ്രീ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ സാധാരണ പൗരന്മാർക്കുമുണ്ട്. അപ്പോൾ അവർക്ക് ചിരിക്കുവാനും സംസാരിക്കുവാനും ചോദ്യം ചെയ്യുവാനും തിരിച്ച് സംസാരിക്കുവാനുമുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ധാർഷ്ട്യത്തോടു കൂടി നേരിടുവാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കുമില്ല. ഇത് കൃത്യമായി മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ
കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.